ചോദ്യം നമ്പർ യെസ്. സർ, ഞങ്ങൾ നേരത്തെ ഈ സഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം SITയുടെ മീതെ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും സമരമാണ്. ഞങ്ങൾ ആ സമരം തുടരുകയാണ്. സർ, ഇന്നു മുതൽ ബഹുമാനപ്പെട്ട അംഗങ്ങളായ ശ്രീ IC ബാലകൃഷ്ണനും ശ്രീ AKM അഷ്റഫും നിയമസഭാ കവാടത്തിന് മുമ്പിൽ സത്യാഗ്രഹം തുടരുകയാണ് എന്നുള്ള കാര്യം അങ്ങയെ അറിയിക്കുന്നു. ഞങ്ങൾ അതിനുശേഷം സഭാ നടപടികളുമായി സഹകരിക്കും. താങ്ക് യു. ശ്രീ CC മുകുന്ദൻ, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി. മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, നവകേരള നിർമ്മിതിയിൽ പട്ടികവർഗ വിഭാഗങ്ങളെ കൂടി ചേർത്ത് നിർത്തുന്നതിനായി വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം, സാംസ്കാരിക പൈതൃക സംരക്ഷണം, നിയമപരിരക്ഷ എന്നീ മേഖലകളിൽ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളാണ് വകുപ്പുകൾ നടത്തിവരുന്നത്. നിലവിൽ വകുപ്പുകൾ നടത്തിവരുന്ന പദ്ധതികൾക്ക് പുറമേ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം നിരവധി നൂതനങ്ങളായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നു. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങളിലൂടെ കൊടുത്തിട്ടുണ്ട്. സർ, ബി, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ അതിദാരിദ്ര്യമുക്തമാക്കുന്നതിന് അടിയ പണിയ പ്രത്യേക ദുർബല ഗോത്ര വർഗ്ഗക്കാർ, വനത്തിൽ ജീവിക്കുന്ന പട്ടികവർഗ്ഗക്കാർ എന്നിവർക്കുള്ള പ്രത്യേക പരിപാടി, ഭക്ഷണത്തിനുള്ള സഹായം, ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള പരിപാടി, സമഗ്ര പട്ടികവർഗ ആരോഗ്യ സംരക്ഷണം, ഭവന നിർമ്മാണം, അപൂർണമായ വീടുകളുടെ പൂർത്തീകരണം, ഭവനരഹിത പട്ടികവർഗ്ഗക്കാരുടെ ഭവന നിർമ്മാണം, അംബേദ്കർ സെറ്റിൽമെൻറ്റ് വികസന പദ്ധതി, പട്ടികവർഗ ഉന്നതികൾക്കായിട്ടുള്ള ഉപജീവന മിഷൻ, പട്ടികവർഗ്ഗക്കാർക്കായുള്ള വരുമാനദായക കാർഷിക ഉദ്യമം, കേരള ട്രൈബൽ പ്ലസ്, പട്ടികവർഗ ക്ഷേമ സ്ഥാപനങ്ങൾക്കുള്ള സഹായം തുടങ്ങിയവ നടപ്പാക്കി വരും. സർ, സി, ഇത് സംബന്ധിച്ചുള്ള അനുബന്ധം കൂടുതൽ വിശദമായിട്ട് അനുബന്ധം കൊടുത്തിട്ടുണ്ട്. സാർ, അടുത്ത ഡി, പട്ടിക വിഭാഗത്തിലെ ബിരുദധാരികളും അഭ്യസ്തവിദ്യരുമായ യുവതി യുവാക്കൾക്ക് ബന്ധപ്പെട്ട പഠന മേഖലകളിൽ മികച്ച തൊഴിൽ പരിചയം ആർജിക്കുന്നതിന് അവസരം നൽകുന്നതിനായി വകുപ്പിൽ ട്രേസ്, അതായത് ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ് പദ്ധതി നടപ്പിലാക്കി വരുന്നു. സാർ, ട്രേസ് പദ്ധതി, നൈപുണ്യ പരിശീലനം എന്നിവ മുഖേന നടപ്പിലാക്കി വരുന്ന പരിശീലന പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങളും കൂടുതലായിട്ട് അനുബന്ധം മെച്ചപ്പെടുത്തി പോകുന്നു. സാർ, താങ്ക് യു. ശ്രീ CC മുകുന്ദൻ. സാർ, എൻ്റെ ചോദ്യം നവകേരള നിർമ്മിതിയുമായി പട്ടികവർഗ വിഭാഗത്തിൻ്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടതാണ്. എൻ്റെ ചോദ്യം, വലിയ പട്ടികജാതി നഗരങ്ങളുടെയും സെറ്റിൽമെൻറ്റുകളുടെയും അടിസ്ഥാന സൗകര്യത്തിനായി അംബേദ്കർ വികസന പദ്ധതി നടപ്പാക്കുന്നുണ്ടല്ലോ. അതുപോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളുടെയും ചെറിയ നഗരങ്ങളുടെയും വികസനത്തിനായി എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ടോ? യെസ്, മിനിസ്റ്റർ. സാർ, നമ്മുടെ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ 25ഓളം വരുന്ന വീടുകൾ ഉൾപ്പെടുന്ന ഉന്നതികളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അംബേദ്കർ സെറ്റിൽമെൻറ്റ് പദ്ധതി 1 കോടി രൂപ അനുവദിച്ചുകൊണ്ട് നമ്മൾ നടപ്പാക്കി വരുന്നുണ്ട്. ഒരു സാമ്പത്തിക വർഷം പട്ടികജാതി വകുപ്പിൽ 50 യൂണിറ്റുകളും പട്ടികവർഗ വകുപ്പിൽ 50 യൂണിറ്റുകളുമായിട്ട് നടപ്പാക്കി വരുന്നു. അതിന് പുറമെ ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ 25-ൽ താഴെ ഗുണഭോക്താക്കളുള്ള ഉന്നതികളിൽ ഇപ്പോൾ 15-ന് താഴെയുള്ള ഉന്നതികളിൽ പ്രത്യേക ഒരു ഘടകപതിയായിട്ട് ഒരു പദ്ധതി കൂടി, ഐശ്വര്യ ഗ്രാമം എന്ന ഒരു പദ്ധതി കൂടി ആവിഷ്കരിച്ച് ഇപ്പോൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഈ വർഷം ആരംഭങ്ങൾ കുറിച്ചിട്ടുണ്ട്. സാർ, യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, പട്ടികജാതി വർഗ വിഭാഗങ്ങൾ സമൂഹത്തിൽ നേരിടുന്ന വെല്ലുവിളികളും ചൂഷണങ്ങളും ഫലപ്രദമായി തടയുന്നതിനും തുല്യ സ്വതന്ത്രവും അവകാശങ്ങളും ഉറപ്പുവരുത്തുന്നതിന് കഴിഞ്ഞിട്ടുണ്ടോ? യെസ്, മിനിസ്റ്റർ. സാർ, അത്തരം കാര്യങ്ങൾ, ഒറ്റപ്പെട്ട വിഷയങ്ങൾ സർക്കാരിൻ്റെയും വകുപ്പിൻ്റെയും ശ്രദ്ധയിൽ വളരാറുണ്ട്. സാർ, അത്തരം അവസരങ്ങളിലൊക്കെ തന്നെ വകുപ്പും ഗവൺമെൻറ്റും ക്രിയാത്മകമായിട്ടുള്ള നടപടി ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചു വരുന്നുണ്ട്. ശ്രീ V ശശി. സാർ, മിനിസ്റ്റർ. വനാവകാശ നിയമപ്രകാരം എത്ര കുടുംബങ്ങൾക്ക് കൈവകാശ രേഖയും ഭൂമി പട്ടയവും വനഭൂമിക്കുള്ള അവകാശ രേഖയും നൽകി എന്ന് വ്യക്തമാക്കാം? യെസ്, മിനിസ്റ്റർ. സാർ, നമ്മൾ ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒട്ടനവധി കുടുംബങ്ങൾക്ക് നമ്മളിപ്പം ഭൂമി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അതുപ്രകാരം വനാവകാശ പ്രകാരം 3126 കുടുംബങ്ങൾക്ക് 4224.55 ഏക്കർ ഭൂമിക്ക് കൈവശ രേഖയും
27 കുടുംബങ്ങൾക്ക് 20.98 ഏക്കർ റവന്യൂ ഭൂമിയും പട്ടയവും 718 കുടുംബങ്ങൾക്കായി 243.80 ഏക്കർ നിക്ഷിപ്ത വനഭൂമിക്കുള്ള കൈവശരേഖയും നൽകി. കൂടാതെ ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരം 314 കുടുംബങ്ങൾക്ക് 62.86 ഏക്കർ ഭൂമിയും വാങ്ങി നൽകിയിട്ടുണ്ട് സാർ. ഇത്തരത്തിൽ 4185 കുടുംബങ്ങൾക്കായി ആകെ 4552.19 ഏക്കർ ഭൂമി നൽകിയിട്ടുണ്ട്. വനാവകാശത്തോടെ ലഭിച്ച മുഴുവൻ കുടുംബങ്ങളെയും റവന്യൂ രേഖകൾ നൽകുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ശ്രീമതി CK ആശ. സർ, പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളുടെ അഭിമാന പദ്ധതിയായ ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പിലൂടെ നമ്മുടെ ഈ സർക്കാരിൻ്റെ സമയത്ത് 1000-ലധികം കുട്ടികളാണ് സർ വിദേശത്ത് പഠനം നടത്തുന്നത്. സർ, അത്തരത്തിലൊരു സാധ്യത ഉണ്ടാക്കിയ സർക്കാരിന് വിഭാഗങ്ങളുടെ പേരിലുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. സർ, എൻ്റെ ചോദ്യം, അത്തരത്തിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഇറങ്ങുന്ന കുട്ടികളുടെ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് വകുപ്പ് പഠനം നടത്തിയിട്ടുണ്ടോ? അത്തരത്തിൽ ഒരു പഠനം നടത്തിയിട്ടില്ല എങ്കിൽ അടിയന്തരമായി തന്നെ അവരുടെ തൊഴിൽ സാധ്യതയെപ്പറ്റി ഒരു പഠനം നടത്തുന്നതിന് വകുപ്പിന് സാധിക്കുമോ എന്നുള്ളതാണ്. സർ, ഇത് സംബന്ധിച്ച് വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പാക്കി വരും സാർ. ഇപ്പോൾ 1160 കുട്ടികളെയാണ് സാർ നമ്മളിപ്പോൾ വിദേശത്ത് അയച്ചിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിലുള്ള ഉന്നതമായിട്ടുള്ള സർവകലാശാലകളിൽ കുട്ടികളെ അവിടെ വിട്ട് പഠിപ്പിക്കുകയും ആ രാജ്യത്ത് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഉടപ്പേക്ക് മുഖാന്തരം പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടാണ് സാർ ഈ പദ്ധതി നടപ്പാക്കുന്നത്. അതിന് പുറമേ നമ്മൾ വിവിധ പരിശീലന പരിപാടികൾ, ട്രേസ് പോലെയുള്ള വിവിധ പരിശീലന പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ച് കേരളത്തിന് അകത്തും പുറത്തും സർക്കാർ മേഖലകളിലും അതേപോലെ തന്നെ സ്വകാര്യ മേഖലകളിലും ഈ കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള നടപടി വകുപ്പ് പരിശോധിച്ചുകൊണ്ട് തന്നെ സാർ നടപ്പാക്കി വരുന്നത്. ശ്രീ GS ജയലാൽ. സർ, ഈ പട്ടികജാതി നഗരങ്ങളുടെ സെറ്റിൽമെൻറ്റുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കുന്ന അംബേദ്കർ വികസന പദ്ധതി മാതൃകാപരമാണ് സാർ. ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ 1 കോടി രൂപയാണ് അതിന് അനുവദിക്കുന്നത്. എന്നാൽ ഈ 1 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്നിലധികം നഗറുകൾ വികസിപ്പിക്കാൻ സാധ്യതകളുള്ള സ്ഥലങ്ങളിൽ ഒരു നഗറിന് 1 കോടി ചെലവഴിക്കാതെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും അഡീഷണലായിട്ട് കൂട്ടിച്ചേർക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് അനിവാര്യമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അതും ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ചില കെട്ടിടങ്ങൾ, എന്നാൽ അനിവാര്യമായ സംഗതികളുള്ള തൊട്ടടുത്ത് നഗറുകളുണ്ട്. അപ്പോൾ ഇത് ക്ലബ് ചെയ്ത് നടപ്പിലാക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഈ പണം ഉപയോഗിച്ച് തന്നെ നമുക്ക് കൂടുതൽ കുടുംബങ്ങൾക്ക് അനിവാര്യമായ ഘടകങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ നടപടി ശരിക്കും സർ. അതുപോലെ തന്നെ സർ, നമ്മുടെ ഭവന നവീകരണ പദ്ധതിയായ സൈഫ്, ആ പദ്ധതി കൂടുതൽ വിപുലീകരിക്കുന്നതിന് എണ്ണം വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യമിടുന്നുണ്ടോ സർ? നടപ്പ് സാമ്പത്തിക വർഷം മിനിസ്റ്റർ. സാർ, ഈ പറയുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട MLA-മാരും എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിബന്ധന പ്രകാരം 25 വീടുകളുള്ള ഉന്നതിയാണ് നമ്മൾ ഈ പദ്ധതിക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ പല ഉന്നതികളിലും 25 യൂണിറ്റ് വീടുകൾ താഴെയാണ് വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്തുള്ള 2 ഉന്നതികളെ ചേർത്ത് കൊണ്ട് ഒരു ക്ലസ്റ്ററായിട്ട് യൂണിറ്റ് രൂപീകരിക്കുകയും അങ്ങനെ രൂപീകരിക്കുന്ന ഉന്നതി യൂണിറ്റിന് 1 കോടി രൂപ കൊടുക്കുന്ന രീതി നമ്മളിപ്പോൾ സർക്കാർ ഉത്തരവിറക്കി ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ 15 അതിൽ കുറവുള്ള 15-ൽ താഴെയുള്ള ഉന്നതികളിൽ പ്രത്യേക ഒരു ഘടകപദ്ധതിയായിട്ട് നമ്മൾ ഐശ്വര്യ ഗ്രാമം എന്ന രീതിയിൽ ഒരു പുതിയ പദ്ധതി കൂടി നടപ്പാക്കുന്ന എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ശ്രീ വിഷ്ണുനാഥ്. സർ, അങ്ങയ്ക്ക് മുമ്പ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ AK ബാലൻ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് ചില ഗൗരവമായ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന്, ഉന്നതി എന്ന പേരുമാറ്റം ഊരുകളിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2, ഗദ്ദിക എന്ന് പറഞ്ഞ ഒരു പദ്ധതി നിർത്തലാക്കിയത് ആ മേഖലയിൽ വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭവന പദ്ധതികളുടെ കാര്യത്തിൽ മുൻപത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തൊക്കെ പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് പ്രത്യേക ഭവന പദ്ധതി ഉണ്ടായിരുന്നു. ആ പ്രത്യേക ഭവന പദ്ധതി ഇല്ലാതായിട്ടുണ്ട്. ഈ ബഹുമാനപ്പെട്ട ശ്രീ AK ബാലൻ ഉന്നയിച്ച വളരെ ഗുരുതരമായ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ഈ ഗവൺമെൻറ് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്? മിനിസ്റ്റർ. സാർ, നമ്മുടെ ഈ വിഭാഗത്തിൻ്റെ ഈ കോളനി എന്നുള്ള പേര് അത് കാലാനുസൃതമായി
നമ്മുടെ ഒരു സാംസ്കാരിക കേരളത്തിൽ ഒരു മാറ്റമുണ്ടാക്കണമെന്നുള്ള അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പേര് കോളനി എന്നുള്ള പേര് മാറ്റിയിട്ട് ഇപ്പോൾ ഈ ഉന്നതി എന്ന് ആക്കിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഇവിടെ ചൂണ്ടിക്കാണിച്ച് വലിയ പരാമർശങ്ങളില്ലെങ്കിലും ഒറ്റപ്പെട്ട ചില പരാമർശങ്ങൾ ഇത്ര ഉന്നതിയിൽ നിന്ന് തന്നെ ഒരു മുപ്പന്മാർ നേരിട്ട് എനിക്ക് പരാതി ലഭിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് അത്തരം പരാതിക്കാരുടെ മുമ്പിൽ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അതാണ് അത് സംബന്ധിച്ചുള്ള സാർ. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഗതിക നിർത്തിയിട്ടില്ല സാർ. ഗതിക നമ്മളിപ്പോൾ 2 സാമ്പത്തിക വർഷമായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്തും നമ്മൾ നടത്തിയിട്ടുണ്ട്, ഈ പ്രാവശ്യവും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ ഗതിക നമ്മൾ നല്ല രീതിയിൽ നടത്തി വരുന്നുണ്ട്. ശ്രീ കെ വി സുമേഷ്. സർ, നമ്മുടെ MRSകൾ നല്ല നിലയിൽ ഗവൺമെൻറ് വകുപ്പും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സർ, അവിടെയുള്ള ഒരു പ്രശ്നം, അവിടെ ഉയർന്നു വരുന്ന പരാതികൾ പരിശോധിക്കുന്നതിന് അവിടുത്തെ പ്രിൻസിപ്പലും അതിന് ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറുള്ള ഒരു സമിതിയാണ്. അവർക്കെതിരെയൊക്കെ ഉയർന്നു വരുന്ന പരാതികൾ പരിശോധിക്കുന്നതിന് ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരാളെയും കൂടി പുറത്തുനിന്ന് അതിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. അങ്ങനെ ആലോചിക്കുമെന്നുള്ളതാണ്. മിനിസ്റ്റർ. സാർ, അതും ഈ പറഞ്ഞതുപോലെ ചെറിയ ഒറ്റപ്പെട്ട പരാതികൾ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് സാർ. ആ കാര്യങ്ങൾ പരിശോധിച്ച് യുക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാം. ശ്രീ സനീഷ് കുമാർ ജോസഫ്. കേരളം അതിദാരിദ്ര്യ മുക്തമാണ് എന്ന് ഈ സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴും ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ അരേക്കാപ്പ്, വീരാൻകുടി ആദിവാസി ഉന്നതികളിലെ 35ഓളം കുടുംബങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി അവർക്ക് അവകാശപ്പെട്ട ഭൂമിക്ക് വേണ്ടി മാരാങ്കോട് വനമേഖലയിൽ കുടിൽ കെട്ടി താമസിക്കുന്ന സാഹചര്യമാണുള്ളത് സാർ. അതിദയനീയമായ ജീവിത സാഹചര്യങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത്. കുഞ്ഞു കുട്ടികളടക്കമുള്ള ആളുകൾക്ക് വൈദ്യുതിയോ കറണ്ട് കണക്ഷനോ അതുപോലെ തന്നെ വെള്ളമോ ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങളോ ഇല്ലാതെ വളരെ കഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അവർക്ക് അവകാശപ്പെട്ട ഭൂമി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഈ സർക്കാർ അടിയന്തരമായി സ്വീകരിക്കുമോ? ഉത്തരം മിനിസ്റ്റർ. സാർ, ഈ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിലുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഉന്നതിയിലെ ആൾക്കാരെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഒരു വനാന്തരത്തിൽ നിന്ന് നമ്മൾ ഈ വന്യമൃഗശല്യത്തിൻ്റെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ മാറ്റി പാർപ്പിച്ചിട്ടുള്ള ആ പ്രദേശത്ത് വീണ്ടും വന്യമൃഗത്തിൻ്റെ അതിരൂക്ഷമായിട്ടുള്ള ശല്യം വർദ്ധിച്ചു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് വീണ്ടും മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഉന്നതിയിലെ ആൾക്കാരുടെ ആവശ്യമെന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് മന്ത്രിയും മറ്റ് ഉദ്യോഗസ്ഥ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള 2 വട്ട ചർച്ച നമ്മൾ നടത്തിയിരുന്നു. ആ കാര്യങ്ങൾ തുടർന്നും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം ഈ MLA ഉന്നയിച്ച പോലെയുള്ള ആ പ്രദേശത്ത് സാനിറ്റേഷൻ്റെ സൗകര്യം, കുടിവെള്ളത്തിൻ്റെ വിഷയം ഇല്ല എന്നുള്ളത് ശ്രദ്ധപ്പെട്ടിരുന്നു. ആ കാര്യങ്ങൾ ഒരു ടെമ്പററി ആയിട്ട് അടിയന്തരമായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാർ. ശ്രീ PV ശ്രീനിജൻ. സർ, കോർപ്പസ് ഫണ്ടുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇപ്പം നിലവിൽ 2014 സർക്കുലറാണ് നിലവിലുള്ളത്. അതുകൊണ്ട് പലപ്പോഴും ഈ പഴയ സർക്കുലർ നിലവിൽ നിൽക്കുന്നതിനാൽ പദ്ധതികൾ കൃത്യമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നില്ല സർ. കാരണം ST ഡിപ്പാർട്ട്മെൻറ്റ് അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ SC ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ ഈ വ്യക്തിഗതമായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം ഈ സർക്കുലർ നിലനിൽക്കുന്നതിനാൽ നടപ്പിലാക്കാൻ കഴിയുന്നില്ല. ഈ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സർക്കുലർ മാറ്റി പുതിയ സർക്കുലർ ഇറക്കാൻ ഗവൺമെൻറ് തയ്യാറാകുമെന്നാണ്. മിനിസ്റ്റർ. സാറി, കോർപ്പസ് ഫണ്ടിൻ്റെ വിഷയം MLA ചൂണ്ടിക്കാണിച്ചതുപോലെ അതിൻ്റെ ടെക്നിക്കൽ സാങ്കേതികവിദ്യ ചില വിഷയങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കോർപ്പസ് ഫണ്ടിൻ്റെ നിർദ്ദേശങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ നിന്നും നമ്മൾ ശേഖരിച്ച് TDO മുഖേന നമ്മുടെ ജില്ലാതല വർക്കിംഗ് ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് ജില്ലാ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ 25 ലക്ഷം രൂപയിൽ അധികരിക്കുന്ന വർക്കുകൾ സ്റ്റേറ്റ് വർക്കിംഗ് ഗ്രൂപ്പിലേക്കും 25 ലക്ഷത്തിൽ താഴെയുള്ളത് അത് ജില്ലാതലത്തിലും അംഗീകരിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. പക്ഷേ ഇത്തരം പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വിങ് ഡിപ്പാർട്ട്മെൻറ്റിന് സ്വന്തമായിട്ട് ഇല്ല എന്നുള്ളത് ശരിയാണ് സാർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പദ്ധതി സമയബന്ധിതമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിക്കുമ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികൾക്ക് തന്നെ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും പലപ്പോഴും അവർ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്. ഇത് കാര്യങ്ങൾ കാലാനുസൃതമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രീ PK ബഷീർ. ഈ അംബേദ്കർ ഗ്രാമം
ഇങ്ങനെയുള്ള ഈ പദ്ധതികൾ ഒക്കെ ഇപ്പോൾ ഗവൺമെൻറ് ഉത്തരവ് കൊടുക്കുകയാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ഇങ്ങനെ. സാർ ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ സാർ 3 വർക്ക് ഊരാളുകളിന് കൊടുത്തിട്ടുണ്ട്. ഒരു വർക്ക് തുടങ്ങിയില്ല. ഈ 1000, 500, 250 കോടി വർക്കില്ല കൂട്ടർക്ക് തന്നെ ഈ ആദിവാസി കോളനിയിലെ 1 കോടി രൂപേൻ്റെ വർക്കും ഇവർക്ക് തന്നെ കൊടുത്തിട്ട് ഒരു പണി നടക്കണമില്ല. എന്തിനാ സാർ ഈ ഏർപ്പാട് നടക്കണേ? ഒന്നുകിൽ ഈ പിന്നെ നിർമ്മിതിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലോ അല്ലെങ്കിൽ ടെൻഡർ ചെയ്തോട്ടെ. ഇതങ്ങനെ എല്ലാ ചെറിയ ഏർപ്പാടും ചോദ്യത്തിലേക്ക് വാ സാർ. ഞാൻ പറയട്ടെ സാർ, ഇതൊരു വിഷയം. ഇങ്ങനെ ഇത് ഊരാളുകളുടെ കുറ്റം പറയല്ല. ഓർക്ക് 500, 50, 100, 150 കോടി രൂപയുടെ വർക്ക്, ഇവിടെ 1 കോടി രൂപയുടെ പാവപ്പെട്ട ആദിവാസികൾക്കിന്റെ വർക്ക്. ഇതിവിടെ ഒരു ഓർഡർ കൊടുത്തിട്ട് അത് നടപ്പിലാകാൻ എന്താ മന്ത്രി ഇതിനെ അവരെ പുനരധിവസിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയല്ലേ ഈ പദ്ധതി? അത് നടപ്പിലാക്കാനുള്ള നടപടി ഉണ്ടാകേണ്ടത്. അല്ലാതെ എല്ലാം കൂടി വലിയ ആൾക്കാർക്കാണ് കൊടുക്കുക. സാർ ഇതിൽ പിന്നെ അങ്ങനെ ഊരാളുങ്കിന് തന്നെ കൊടുക്കണമെന്ന് ആ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല സാർ. സാർ അതിൻ്റെ ഉത്തരവിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏത് ഏജൻസിനെയാണ് ഏൽപ്പിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് അതാത് MLA-മാർക്കാണ് സാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ MLA-മാരാണ് പറയട്ടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞോ. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞോ. ആ ഉത്തരവ് വായിച്ചു നോക്കണം സാർ. ആ ഉത്തരവിൽ കൃത്യമായിട്ട് ഏജൻസിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം MLA-മാർക്കാണ് സാർ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് LSCDനെ നമുക്ക് ചുമതലപ്പെടുത്താം. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ കീഴിലുള്ള അക്രഡിറ്റ് ഏജൻസികളെ ചുമതലപ്പെടുത്താം എന്നുള്ള കാര്യം സംബന്ധിച്ച് അതാത് MLA-മാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് സാർ. ശ്രീ ഡോക്ടർ മാത്യു കോയൽനാടൻ. സാർ, ഞാനിത് ചോദിക്കാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദളിത് സംഘടനയുടെ മീറ്റിങ്ങിൽ പോയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്. അവർ പറഞ്ഞു E-ഗ്രാൻസ് അടക്കം പട്ടികജാതി വിഭാഗങ്ങൾ കിട്ടിയിരുന്ന ധാരാളം ആനുകൂല്യങ്ങൾ ലഭിക്കാത്തൊരു സ്ഥിതിയുണ്ട്. അതിൻ്റെ കൂടെ അദ്ദേഹം ചേർത്ത് വെച്ച് പറഞ്ഞത് ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് പട്ടികജാതിയിൽ നിന്ന് ഒരു മന്ത്രി ഇല്ലാത്തതുകൊണ്ടാണ് സർക്കാരിൽ നിന്നും ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കാത്തത്. നിങ്ങൾ ഈ കാര്യം നിയമസഭയിൽ ഉന്നയിക്കുമോ എന്ന് അവരെന്നോട് ചോദിച്ചു. അപ്പോൾ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളിൽ കുറവ് വന്നിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിച്ചത്. സാർ, ഈയിടയ്ക്ക് ചില പത്രമാധ്യമങ്ങളിൽ ചില തെറ്റായിട്ടുള്ള വാർത്തകൾ വന്നു സാർ. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ MLA സൂചിപ്പിക്കുന്നത്. പക്ഷേ വകുപ്പും ഗവൺമെൻറ് പരിശോധിച്ചു സാർ. 2026 ജനുവരി വരെയുള്ള എല്ലാ തരത്തിലുള്ള ലംസം ഗ്രാൻറ്റും സ്കോളർഷിപ്പും ഈ കാലയളവിൽ നമുക്ക് കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി പുതിയ അപേക്ഷകൾ വരുന്നത് മാത്രമേ സാർ ഇനി പരിശോധിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയെല്ലാം കൊടുത്തു തീർത്തിട്ടുണ്ട്. തെറ്റായിട്ടുള്ള വാർത്തയാണ് ചില പത്രമാധ്യമങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ശ്രീ ജോബ് മൈക്കൽ, പ്ലീസ് പെട്ടെന്ന്. അംബേദ്കർ ഗ്രാമ പദ്ധതിക്ക് ഇപ്പോൾ 1 കോടി രൂപയാണ് സാർ അനുവദിക്കുന്നത്. ഈ 1 കോടി രൂപയിൽ GSTയും ഏജൻസി ചാർജ് എല്ലാം ഉൾപ്പെടെ അതെല്ലാം മാറ്റിക്കഴിയുമ്പം വളരെ കുറച്ച് 72 ലക്ഷം രൂപ അല്ലെ 80 ലക്ഷം രൂപ അടുത്ത് മാത്രമേ ഒരു ഉന്നതിക്ക് പല വീടുകൾക്ക് വേണ്ടിയുള്ള ചെലവിന് വേണ്ടി കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ആ 1 കോടി രൂപ എന്നുള്ളത് GSTയും നമ്മുടെ ഏജൻസി ചാർജ് എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ വരുന്ന തുക വളരെ തുച്ഛമാണ് സാർ. ഈ തുക വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. സാർ, ഈ പറഞ്ഞത് ശരിയാണ്. നമുക്ക് GST ഒഴിവാക്കാനുള്ള നടപടി നമ്മൾ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം പദ്ധതികൾ നമ്മൾ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഗുണഭോക്താവിന് തന്നെ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് GST ഒഴിവാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ പൊതുവായിട്ട് എടുക്കുമ്പോൾ നമുക്ക് GST ഉൾപ്പെടുത്തി മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഏതായാലും വർദ്ധിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ വകുപ്പ് പരിശോധിച്ചിട്ടില്ല. ഏതായാലും ശ്രദ്ധപ്പെടുത്തുന്ന അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ പരിശോധിക്കാം സാർ. ശ്രീ ആര്യടൻ ഷൗക്കത്ത്. സർ, എൻ്റെ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ 2019 വലിയ പ്രളയത്തിൽ വീടും പാർപ്പിടം എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് 200-ലധികം ആദിവാസി കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുക. പോത്തുകല്ല് പഞ്ചായത്തിലെ വാണിയമ്പുഴ, കുമ്പളപ്പാറ, തണ്ടക്കല്ല്, അതേപോലെ വഴിക്കടവ് പഞ്ചായത്തിൽ, പോത്തുകല്ല് പഞ്ചായത്തിൽ, കരുളായി പഞ്ചായത്തിൽ കഴിഞ്ഞ 7 വർഷമായി ഇപ്പോഴും അവർ നീല പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിലാണ് കഴിയുന്നത്. അവരെ പുനരധിവാസം ഇതുവരെ നടന്നിട്ടില്ല. അവർക്ക് ശൗചാലയമില്ല, കുടിവെള്ളമില്ല. മന്ത്രി തന്നെ നേരിട്ട് കണ്ടതാണ് സർ. തെരഞ്ഞെടുപ്പ് കാലം ഈ 6 മാസം മുൻപ് മന്ത്രി തന്നെ നേരിട്ട് കണ്ടതാണ്. എന്ന് അവരുടെ പുനരധിവാസം പൂർത്തീകരിക്കാൻ കഴിയും? അവർക്ക് അവകാശപ്പെട്ട ഭൂമി എന്ന് കൊടുക്കാൻ പറ്റും? അവർക്ക് പാർപ്പിട സൗകര്യം സാർ, ഈ പറയുന്ന പോലെ ഞാൻ നേരിട്ട് ആ പ്രദേശം ഞാൻ സഞ്ചരിച്ചിരുന്നു. പ്രളയത്തിൽ
പൂർണ്ണമായിട്ടും തകർന്നിട്ടുള്ള ഒരു ഉന്നതി നിലക്ക് നേരിട്ട് പോവുകയും ആ കാര്യങ്ങൾ പരിശോധിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവരെ പുനരധിവസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും പരിശോധനയും ഇപ്പോൾ വകുപ്പ് ചെയ്തു വരുന്നുണ്ട്. അവരൊക്കെ ഒരു വനപ്രദേശത്താണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വനത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ചില വിമുഖതയൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവരുടെ വിഷയങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വകുപ്പിൻ്റെ TRDM പദ്ധതി പ്രകാരം അവരെ പുനരധിവസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് വരികയാണ്, നടപ്പാക്കി വരികയാണ് സാർ. യെസ്. ചോദ്യം നമ്പർ 62 ശ്രീ KK രാമേന്ദ്രൻ, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി. മിനിസ്റ്റർ ആൻസർ ടേബിൾ ചെയ്താൽ ചോദ്യം ചോദിക്കുകയായിരുന്നു. ശരി, ഞാൻ ആൻസർ ഇവിടെ മേശപ്പുറത്ത് വെക്കണം സാർ. ശ്രീ KK രാമേന്ദ്രൻ. സാർ, ഈ അധ്യയന വർഷം പൊതുപരീക്ഷ എഴുതുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഗ്രേഡ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സാമൂഹിക പഠന കേന്ദ്രങ്ങൾ വഴി, പഠനമുറികൾ വഴി എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളതെന്ന് വ്യക്തമാക്കാമോ? ഈ വാർഷിക പരീക്ഷയിൽ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ തയ്യാറെടുപ്പുകൾ ഈ കേന്ദ്രങ്ങൾ വഴി എന്തെല്ലാമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയാമോ? യെസ് മിനിസ്റ്റർ. സാർ, നമ്മുടെ സംസ്ഥാനത്തെ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ചോദ്യം എ, സംസ്ഥാനത്ത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനം കാര്യക്ഷമമാക്കുന്നതിനായി നിലവിൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, സമൃദ്ധരായ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പ്രോത്സാഹന ധനസഹായം, ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ടാലൻറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കോളർഷിപ്പ്, വിദ്യാവാഹിനി പദ്ധതി, MRSകൾ, പ്രീ മെട്രിക് മെട്രിക് ഹോസ്റ്റലുകൾ, സ്മാർട്ട് പഠനമുറികൾ, ഗോത്രബന്ധു പദ്ധതി, രക്ഷിതാക്കൾക്കുള്ള പ്രോത്സാഹന ധനസഹായം, സാമൂഹിക പഠനമുറികൾ, ലാപ്ടോപ്പ് വിതരണം, അന്യസംസ്ഥാന പഠന ധനസഹായം, വിദേശ പഠനത്തിലുള്ള ധനസഹായം, സിവിൽ സർവീസ് പരിശീലനം, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കോഴ്സ്, PSC പരിശീലന പരിപാടി, എൻട്രൻസ് കോച്ചിങ്, ട്യൂട്ടോറിയൽ ഗ്രാൻറ്റ്, റെസിഡൻഷ്യൽ കോച്ചിങ് ക്യാമ്പ്, കിർവികാസ് പദ്ധതി തുടങ്ങിയ നിരവധി പദ്ധതികൾ നമ്മുടെ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടപ്പാക്കി വരുന്നു സാർ. ബി, അനുബന്ധമായിട്ട് നമ്മൾ വിശദമായിട്ട് ഇവിടെ മേശപ്പുറത്ത് വെക്കണം സാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. മുൻ വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷവും ഈ പഠനമുറികൾ കേന്ദ്രീകരിച്ച് പഠനോത്സവം, അവധികാല പഠനോത്സവം സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നിലവിൽ ഈ വകുപ്പിൻ്റെ കീഴിൽ തന്നെ 364 സാമൂഹിക പഠനമുറികളുണ്ട്. ആ സാമൂഹിക പഠനമുറിയിൽ പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഒന്ന് നടത്തി വരുന്നത്. രണ്ടാമത്, ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലും +1ലും +2ലുമുള്ള കുട്ടികൾക്ക് നമുക്ക് ഹൈസ്കൂൾ +2 തലത്തിൽ തന്നെ പ്രത്യേക ഈ പരീക്ഷ കാലയളവിൽ പ്രത്യേക കോച്ചിങ് നമ്മൾ എല്ലാ വർഷവും നമ്മൾ നടത്തി വരാറുണ്ട്. ഈ വർഷവും നമ്മൾ ആ രീതിയിൽ തന്നെ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് കുട്ടികളെ 100% വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് സാർ. യെസ്. ബാബു നെന്മാറ. സാർ, ഉന്നതികളുടെ ഉന്നതി മാത്രമല്ല, സാമൂഹ്യ പുരോഗതിയിൽ വലിയ പങ്കുവഹിക്കേണ്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വരും തലമുറയെ വാർത്തെടുക്കാൻ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതമായ പഠനത്തിന് അർഹതപ്പെട്ടവരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ആവശ്യമായ പഠന സൗകര്യമൊരുക്കിയ വകുപ്പ് മന്ത്രിയെയും ഗവൺമെൻറ്റിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. സാർ, എൻ്റെ ചോദ്യം ഇതാണ്. പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി പുതുതായി ആരംഭിച്ച സ്മാർട്ട് പഠനമുറി പദ്ധതി പ്രകാരം ലഭിക്കുന്ന സാമ്പത്തിക സഹായം എത്രയാണ്? ഇത് അനുവദിക്കുന്നതിനുള്ള ചെയ്യുന്നതിനും മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്ന് വ്യക്തമാക്കാമോ? എത്ര പേർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചു എന്നതും വ്യക്തമാക്കാമോ? സാർ, നമ്മൾ സാമൂഹിക പഠനമുറി ഇപ്പം നമ്മൾ ആരംഭിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി സാർ. ഒരു യൂണിറ്റിന് നമ്മൾ 2.5 ലക്ഷം രൂപയാണ് ഇപ്പോൾ നിലവിൽ അനുവദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് പുറമെയാണ് സൂചിപ്പിക്കുന്ന ഒരു സ്മാർട്ട് പഠനമുറി കൂടി പുതിയതായിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സ്വന്തം വീടുകളിൽ പഠിക്കാൻ സൗകര്യമില്ലാത്ത ചില വീടുകളുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു റൂം സജ്ജീകരിച്ച് അതിൽ ടേബിൾ, കസേര, ഇൻ്റർനെറ്റ് കണക്ഷൻ, ഫോൺ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് കുട്ടിക്ക് ഇരുന്ന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം എന്ന നിലയ്ക്കാണ് നമ്മൾ പഠനമുറി ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ 5000-ലധികം പഠനമുറി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന അതിന് പുറമെയുള്ള
നമ്മുടെ രക്ഷിതാക്കളുടെ മക്കളെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ വിധവകളായിട്ടുള്ള സഹോദരിമാരുടെ കുട്ടികൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കുന്നുണ്ട്. വരുമാന പരിധി നമ്മൾ നിശ്ചയിച്ചിട്ട് നമ്മൾ മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ഒരു കുട്ടിയെ ഗുണഭോക്താവായിട്ട് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. യെസ്, ശ്രീ പി ടി റഹീം ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ സച്ചിൻ ദേവ്. സർ, വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് പോകുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി നാളിതുവരെ എത്ര പേർക്കാണ് ധനസഹായം നൽകിയിട്ടുള്ളത്? ഒരാൾക്ക് പരമാവധി എത്ര തുകയാണ് ഈ പദ്ധതി പ്രകാരം നൽകുന്നത്? സർ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു സർ, ആ ടോട്ടൽ SC/ST വിഭാഗത്തിൽ രണ്ടും കൂടി ചേർന്നിട്ട് 1160 കുട്ടികൾക്കാണ് നമ്മൾ ഇപ്പോൾ വിദേശത്ത് വിട്ടിരിക്കുന്നത്. ഒരു കുട്ടിക്ക് 25 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. പട്ടികവർഗ വിഭാഗത്തിൽ മാത്രമായിട്ട് 81 കുട്ടികളാണ് സാർ വിദേശത്ത് പോയിട്ടുള്ളത്. യെസ്, ശ്രീ സ്റ്റീഫൻ. സർ, നമ്മുടെ MRSകളുടെ പ്രവർത്തനം, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുടെ പ്രവർത്തനം പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച ഒരു പ്രത്യേക പദ്ധതിയാണ്. എൻ്റെ മണ്ഡലത്തിലെ കുറ്റിച്ചൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതിന് കാരണം കിഫ്ബി മുഖേനയാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്. ഭരണാനുമതിയുടെ കാലാവധി കഴിഞ്ഞു എന്നുള്ള കാരണത്താൽ ആ സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സം നേരിട്ടിരിക്കുകയാണ്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി സ്വീകരിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ്. സാർ, ഇക്കാര്യം ശ്രദ്ധപ്പെട്ടിരുന്നു. കുറ്റിക്കൽ അവിടെ ഒരു MRS ഹോസ്റ്റൽ കെട്ടിടം ഇപ്പോൾ ഒരു വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് സ്ഥിരമായിട്ടുള്ള ഒരു കെട്ടിടം വേണമെന്നുള്ളത് ഒരാവശ്യമാണ്. അതേപോലെ തന്നെ അവിടുത്തെ പ്രദേശവാസികൾ ആ ഹോസ്റ്റൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി പാടില്ല, അവിടെ തന്നെ വേണമെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കിഫ്ബിയിൽ ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ചില സാങ്കേതിക കാരണങ്ങളാൽ അത് മുടങ്ങി നിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ വകുപ്പ് ഇടപെട്ട് പരിശോധിക്കും സാർ. യെസ്, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. ഓരോ ജില്ലയിലും വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങളാണ് ഉണ്ടാവുക. അവരൊക്കെ വ്യത്യസ്ത ഭാഷകളും ഉപഭാഷകളുമാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. എല്ലാ ഭാഷകളിലും ഉപഭാഷകളിലും അവർക്ക് പാഠപുസ്തകങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നത് സംശയമുണ്ട്. അതോടൊപ്പം തന്നെ അതിനാവശ്യമായ പരിശീലനം ലഭിച്ച അധ്യാപകരും മെൻ്റർ ടീച്ചർമാർക്കും ഈ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായ പരിശീലനം ലഭിക്കാത്തതിൻ്റെ പ്രയാസം ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിൽ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. സാർ, ഈ കാര്യം സർക്കാരിൻ്റെ 2016 തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെൻറ് ഗോത്രബന്ധു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് സാർ. ആ ഗോത്രബന്ധു പദ്ധതി പ്രകാരം നമ്മുടെ വയനാട് ജില്ല, മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല എന്നീ 3 ജില്ലകളിലാണ് നമ്മൾ ഈ പദ്ധതി ഇപ്പോൾ നടപ്പാക്കി വരുന്നത്. അതായത് അവരുടെ തനത് ഭാഷയിൽ പറഞ്ഞെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും കാര്യങ്ങൾ മനസ്സിലാവൂ എന്നുള്ളത് കൊണ്ട് അത്തരം ഭാഷകൾ അറിയാവുന്ന ഉദ്യോഗാർത്ഥികളെ ഇപ്പോൾ 326 മെൻ്റർ ടീച്ചർമാരെ നമ്മൾ ഈ വയനാട്, പാലക്കാട്, മലപ്പുറം ജില്ലകളിലായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയും അവരെ വെച്ചുകൊണ്ട് ഇത്തരം മനസ്സിലാവാത്ത കാര്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പുരോഗതിയാണ് ഇപ്പം ഈ ഭാഷ സംബന്ധിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ശ്രീ സജീവ് ജോസഫ്. സർ, കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ഏറ്റവും അനിവാര്യമായ കാര്യമാണ് കമ്പ്യൂട്ടറിൻ്റെ ഉപകരണങ്ങളുടെ ലഭ്യത. സർ, ഏറെ ആദിവാസി കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ അതിനാവശ്യമായ സൗകര്യങ്ങളില്ല, ഉപകരണങ്ങളില്ല എന്നുള്ള ഒരു വിഷയം വളരെ ഗൗരവമാണ്. MLA ഫണ്ടിൽ നിന്നുമൊക്കെ കുറേ കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകമായ ഒരു പദ്ധതി ഇതിനാവശ്യമാണെന്ന് തോന്നുകയാണ്. അതുപോലെ ഈ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ST വിഭാഗത്തിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ അതിന് അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒരു പ്രത്യേക സ്കീം അതിനുവേണ്ടി നടപ്പിലാക്കാൻ സാധിക്കുമോ? യെസ് മിനിസ്റ്റർ. സർ, നമ്മുടെ ഈ 2 വകുപ്പിലും കൂടിയായിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ നിലവിലിപ്പോൾ ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതി ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഗവൺമെൻറ് നടപ്പാക്കി വരുന്നു സാർ. അത്തരം അപേക്ഷകൾ ലഭിക്കുന്ന മുറയ്ക്ക് എല്ലാ കുട്ടികൾക്കും ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് ഈ ലാപ്ടോപ്പ് വളരെ നിർബന്ധിതമാണ് സാർ. ആ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ പദ്ധതി ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ വകുപ്പും ഗവൺമെൻറ്റും നടപ്പാക്കി വരുന്നുണ്ട്. യെസ്, ശ്രീ പ്രേംകുമാർ. പട്ടികജാതി മേഖലയിൽ വിദ്യാർത്ഥികളുടെ പഠനത്തോടൊപ്പം അവരുടെ കായിക അഭിരുചിയെ, തൊഴിൽ രീതിയൊക്കെ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ് ITIകൾ. ഒറ്റപ്പാലത്ത് പാലപ്പുറത്തുൾപ്പെടെ ഈ സർക്കാരിൻ്റെ കാലത്ത് വലിയ ഭൗതിക സാഹചര്യമാണ്
പട്ടികജാതി വകുപ്പിന് കീഴിലുള്ള ITIകളുടെ എല്ലാം പ്രവർത്തനത്തിനായിട്ട് നീക്കിവെച്ചത്. യെസ് യെസ്. എന്നാൽ അവിടെ ആധുനിക രീതിയിലുള്ള കോഴ്സുകൾ ആരംഭിക്കാനും ആ നിലയിൽ ആ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് കൂടുതൽ സൗകര്യം ഉറപ്പുവരുത്താനും ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. യെസ് മിനിസ്റ്റർ. സർ, SC വകുപ്പിൽ 42 ITകളും ST വകുപ്പിൽ 2 IT വകുപ്പുകളുമാണ് സാർ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഈ ചൂണ്ടിക്കാണിച്ച കാര്യം ശരിയാണ്. നമ്മൾ അത്തരം ITകളിൽ പഴയ കോഴ്സുകൾ ആണ് ഇപ്പോൾ നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഇന്ന് വലിയ പ്രയോജനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ അത്തരം കേന്ദ്രങ്ങളിൽ അത്തരം ITകളിൽ ഏറ്റവും ആധുനിക രീതിയിലുള്ള കോഴ്സുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പം ഗവൺമെൻറ്റും വകുപ്പ് സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യം കേരള ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള വിജ്ഞാന കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ വിഭാഗത്തിലെ കുട്ടികൾക്ക് പരമാവധി തൊഴിൽ കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും ഇതിനുണ്ട് സാർ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ 46 ITകളിൽ ഏറ്റവും ആധുനിക രീതിയിലുള്ള കോഴ്സുകൾ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് സാർ. യെസ്. ശ്രീ നജീബ് കാന്തപുരം. അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് നമ്മൾ പെരുമ്പറയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ പട്ടികവർഗ കോളനികളുടെ ഈ സ്ഥിതി വളരെ ദയനീയമാണ്. ചോദ്യത്തിലേക്ക് വാ. ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഇടിഞ്ഞാടി കോളനി അടക്കം നിരവധി സദ്ഗ്രാമങ്ങളിൽ ഇപ്പോഴും ഡ്രോപ്പ് ഔട്ട് റേറ്റ് വളരെ കൂടുതലാണ്. ഇവരെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, സായി കേന്ദ്രം എന്ന് പറഞ്ഞ്. 100-ലേറെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇത്തരം വലിയ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന സംഘടനകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രാന്റ് നൽകി ഈ ഡ്രോപ്പ് ഔട്ട് ആവുന്ന കുട്ടികളെ സംരക്ഷിക്കുന്നവരെ സഹായിക്കാൻ സർക്കാരിന് പദ്ധതി. മിനിസ്റ്റർ. സാർ, ഈ അതിദരിദ്രരെ സംബന്ധിച്ച് സാർ, അതിദരിദ്ര 2 കാര്യങ്ങൾ മനസ്സിലാക്കണം സാർ. ദരിദ്രരും അതിദരിദ്രരും രണ്ടാണ് സാർ. ഒരു നേരത്തിന് ആഹാരത്തിന് പോലും വകയില്ലാത്തവരാണ് അതിദരിദ്രർ എന്ന് പറയുന്നത്. തീരെ മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്തവരാണ് സാർ അതിദരിദ്രർ എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളാണ് സർക്കാർ ടേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രഖ്യാപനമാണ് നമ്മുടെ കേരള സർക്കാർ മുഖ്യമന്ത്രിയോട് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും നമ്മുടെ പട്ടികവർഗ വകുപ്പിലുള്ള ഗുണഭോക്താക്കളെയും നമ്മൾ കണ്ടുപിടിച്ച് അതിദരിദ്രം മുക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ രണ്ടാമത് സൂചിപ്പിച്ച കാര്യം കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട് സംബന്ധിച്ച് ഒരു പുതിയ പദ്ധതി നമ്മൾ ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ബാക്കപ്പ് ടു സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു പദ്ധതി ഈ ഡ്രോപ്പ് ഔട്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ വേണ്ടി പോവുകയാണ് സാർ. സാർ, നമ്മുടെ ഈ പട്ടിക ആദിവാസി ഉന്നതികളിൽ കൃത്യമായി വിദ്യാഭ്യാസം കിട്ടാത്ത ഭിന്നശേഷി കുട്ടികളുണ്ട്. ഇപ്പോൾ എൻ്റെ മണ്ഡലമായ പെരുമ്പാവൂരിലെ പൊങ്ങഞ്ചോട് ആദിവാസി കോളനി പോയപ്പോൾ അവിടെ കഴിഞ്ഞ ഓണത്തിന് 8 വയസ്സുള്ളൊരു കുട്ടി അന്ധനായ കുട്ടിയാണ്. ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. ഞാൻ തന്നെ നിർബന്ധിച്ച് അവനെ സ്കൂളിൽ കൊണ്ട് ആലുവയിൽ ചേർത്തു. അപ്പോൾ അത്തരം കുട്ടികൾ ഇപ്പോഴും നമ്മുടെ ആദിവാസി മേഖലകളുണ്ട്. അത് കൃത്യമായി പഠനം നടത്തി ഇത്തരം കുട്ടികളെ വിദ്യാലയത്തിൽ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അത്തരം കുട്ടികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സാർ, ഇത്തരം കുട്ടികൾ നമ്മുടെ എല്ലാ മേഖലയിലുണ്ട് സാർ. അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ LSCD തന്നെ എല്ലാ പഞ്ചായത്തിലും ബഡ്സ് സ്കൂൾ പോലെയുള്ള സ്കൂളുകൾ ഇപ്പോൾ നമ്മൾ ആരംഭിച്ചതും അത് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും. അത്തരം കുട്ടികൾ തീർച്ചയായിട്ടും ഇവിടെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ച് അനുയോജ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാം സാർ. ചോദ്യം നമ്പർ 63 ശ്രീ TV ഇബ്രാഹിം, ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. സാർ, സംസ്ഥാനത്ത് കിണറുകൾ കുഴിക്കുന്നതിനും ഭൂജല ഉപയോഗത്തിനും നിലവിലുള്ള നിയന്ത്രണങ്ങളുടെ സംക്ഷിപ്ത രൂപം ചുവടെ ചേർക്കുന്നു. കേരള പഞ്ചായത്ത് മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് പ്രകാരം ഏതൊരു കിണർ നിർമ്മാണത്തിനും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയുടെ മുൻകൂർ പെർമിറ്റ് കരസ്ഥമാക്കേണ്ടതാണ്. 2. തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി പെർമിറ്റ് നൽകുന്നതിന് ഭൂജല വകുപ്പിൻ്റെ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ്. നിലവിൽ സർക്കാർ വിജ്ഞാപനം ചെയ്യപ്പെട്ട ചിറ്റൂർ, മലമ്പുഴ, കാസർഗോഡ് ബ്ലോക്കുകളിൽ മാത്രം ഗാർഹിക ആവശ്യത്തിന് വേണ്ടിയുള്ള തുറന്ന കിണറുകൾ ഒഴികെ മറ്റെല്ലാ ഭൂജല സ്രോതസ്സുകളുടെ നിർമ്മാണത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയുടെ പെർമിറ്റിനു പുറമെ സംസ്ഥാന ഭൂജല അതോറിറ്റിയുടെ പെർമിറ്റ് കൂടി കരസ്ഥമാക്കേണ്ടതുണ്ട്. 4. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഭൂജല സ്രോതസ്സുകൾ ഉപയോഗിക്കുന്ന പദ്ധതികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയുടെ പെർമിറ്റിനു പുറമെ സംസ്ഥാന ഭൂജല അതോറിറ്റിയുടെ നിരക്ഷേപപത്രം ആവശ്യമാണ്. ബി. അശാസ്ത്രീയമായ കിണർ നിർമ്മാണം നിയന്ത്രിക്കുന്നതിനും ഭൂജല സംരക്ഷണം ഉറപ്പാക്കുന്നതിനും നിലവിൽ 2002 ഭൂജല നിയന്ത്രണവും ക്രമീകരണവും ആക്ടിൽ ചട്ടങ്ങളും വ്യവസ്ഥകളുമുണ്ട്. എന്നാൽ അശാസ്ത്രീയമായ കുഴൽക്കിണർ നിർമ്മാണം പൂർണ്ണമായും കാര്യക്ഷമമായും തടയുന്നതിന് 2014 സർക്കാർ ഉത്തരവ് പ്രകാരവും 2023 പരിഷ്കരിച്ച ഉത്തരവ് പ്രകാരവും 2022 ഭൂജല നിയന്ത്രണവും ക്രമീകരണവും ആക്ടിൽ അശാസ്ത്രീയ കുഴൽക്കിണർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്.
സർ, ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഭൂജല ചൂഷണം നിയന്ത്രിക്കണമെന്നോ ക്രമീകരിക്കണമെന്നോ കണ്ടാൽ ആ പ്രദേശത്തെ വിജ്ഞാപനം ചെയ്യപ്പെട്ട പ്രദേശമായി പ്രഖ്യാപിക്കാറുണ്ട്. ഇത്തരത്തിൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ബ്ലോക്കുകളിൽ ഭൂജല ചൂഷണം നിയന്ത്രിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ വകുപ്പ് മുഖാന്തരം നടപ്പിലാക്കി വരുന്നുണ്ട്. വരൾച്ച, ജലക്ഷാമവും നേരിടുന്ന പ്രദേശങ്ങളിൽ അമിത ജല ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി ഭൂജല വകുപ്പ് മുഖേന നിലവിൽ പുതിയ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തി വരുന്നില്ല. എന്നാൽ ദുരന്ത നിവാരണ നിയമപ്രകാരം അതത് സമയങ്ങളിൽ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും കർശനമായി നടപ്പിലാക്കി വരുന്നുണ്ട്. സർ, കേരളത്തിൽ 2008 സംസ്ഥാന ജലനയം രൂപീകരിച്ചത്. 2012 കേന്ദ്രം ദേശീയ ജലനയം പ്രഖ്യാപിച്ചു കൊണ്ടുവന്നു. പ്രസ്തുത ദേശീയ ജലനയത്തിൻ്റെയും അതോടൊപ്പം കേരളത്തിൻ്റെ തനത് സവിശേഷതകൾ കണക്കിലെടുത്തും കാലോചിതമായി വരുത്തേണ്ട മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും ഭാവിയിൽ സുസ്ഥിരമായ ജലസുരക്ഷ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉറപ്പാക്കുന്നതിനും സംസ്ഥാന ജലനയം പരിഷ്കരിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കുകയും സമിതിയുടെ ആദ്യ റിപ്പോർട്ട് നിലവിൽ സർക്കാരിൻ്റെ പരിശോധനയിലുമാണ്. വിവിധ വകുപ്പുകൾ, വിവിധ സ്ഥാപനങ്ങൾ, വിവിധ ജനവിഭാഗങ്ങൾ എന്നിവരുമായി അനവധി ചർച്ചകൾ ആവശ്യമുള്ളതിനാൽ ഇക്കാര്യത്തിൽ ത്വരിത നടപടികൾ സ്വീകരിച്ചു. ശ്രീ ടി വി ഇബ്രാഹിം. സർ, ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ജലനയത്തിൻ്റെ ഭാഗമായി കിണറുകൾക്ക് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ലൈസൻസ് സംവിധാനമൊക്കെ ഏർപ്പെടുത്തുകയാണ്. ഭൂഗർഭജല ഉപയോഗത്തിന് പരിധി നിശ്ചയിക്കുകയോ ചെയ്യുന്നൊക്കെ സാഹചര്യം വന്നാൽ അത് പ്രത്യേകിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ, ഗ്രാമീണ മേഖലകളിൽ നമ്മുടെ അടിസ്ഥാന വർഗങ്ങളുടെ കുടിവെള്ള അവകാശത്തെ ബാധിക്കുകയില്ല എന്ന് എങ്ങനെയാണ് സർക്കാർ ഉറപ്പുവരുത്തുന്നത്? സാർ, കുടിവെള്ളത്തെ ഒരു സാമൂഹിക അവകാശമായി കണക്കാക്കി എല്ലാവർക്കും സുരക്ഷിത കുടിവെള്ളം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ജലനയത്തെക്കുറിച്ച് ഒരു കരട് ജലനയത്തം പുതുക്കി കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. സാർ, 4 സോണുകളിലായിട്ടാണ്, 4 ബ്ലോക്കുകളിലായിട്ടാണ് കേരളത്തിൻ്റെ ഭൂജല ലഭ്യത നമ്മൾ കണക്കാക്കുന്നത്. ഒന്ന് സേഫ് സോണാണ്, ഒരു പ്രശ്നവും അവിടെ ഇല്ല. 2 സെമി ക്രിട്ടിക്കൽ സോണാണ്, അത് 27 എണ്ണമാണ്. ക്രിട്ടിക്കൽ സോൺ 3 എണ്ണമാണ്, കാസർഗോഡും ചിറ്റൂരും മലമ്പുഴയും. ഓവർ എക്സ്പ്ലോയിറ്റഡ് കേരളത്തിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, ഓപ്പൺ വെല്ലിന് ഒരു അപകടവുമില്ലാതെ സാധാരണ നിലയിൽ വ്യാവസായിക ആവശ്യത്തിന് മാത്രമേ ഭൂജല വകുപ്പിൻ്റെ NOCയുടെ ആവശ്യം മേടിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുകയാണ്. ആ വിധത്തിലൊരു പ്രയാസവും ഉണ്ടാകാതെ നോക്കാൻ സർക്കാർ ആവശ്യമായ നടപടികൾ അതത് സമയത്ത് സ്വീകരിച്ചു വരുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഇങ്ങനെ ജലനയം പ്രഖ്യാപിക്കുന്നൊരു സാഹചര്യം ഇവിടെ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ജലജീവന്റെ വർക്കുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഈ ജയജീവന്റെ വർക്കുകൾ എടുത്തിരിക്കുന്ന ഒരൊറ്റ കരാറുകാരനും ഇപ്പോൾ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. എല്ലാം നിർത്തിവെച്ച് എല്ലാം സ്തംഭിച്ച് കിടക്കുകയാണ്. അതിന് കാരണം സർക്കാർ കൊടുക്കാനുള്ള കാശ് അവർക്ക് കൊടുക്കാത്തത് കൊണ്ടാണ്. എൻ്റെ മണ്ഡലത്തിലടക്കം ഇത് ഒരു അനിശ്ചിതാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് സർക്കാർ എങ്ങനെ അവർക്ക് ഗ്രാന്റ് കൊടുത്തുകൊണ്ട് ഈ വർക്ക് പൂർത്തിയാക്കാൻ എന്ത് നടപടിയാണ്? സാർ, ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ മണ്ഡലത്തിൽ ആകെയുള്ള ഗ്രാമീണ വീടുകൾ 44,671 സാർ. ജലജീവൻ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ കണക്ഷൻ 4,610. ജലജീവൻ വന്ന ഈ ചെറിയ കാലം കൊണ്ട് 86% കണക്ഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. സാർ, ഇപ്പോൾ രണ്ടും കൂടി 38,428 കണക്ഷൻ ഉണ്ട്. 33,818 പുതിയത് വന്നതാണ്. ഇവിടെ അദ്ദേഹം ആ ചോദ്യം ചോദിച്ചത് വളരെ ഗുണകരമായി എന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, കേരളത്തിൽ നമ്മളിപ്പോൾ AS കൊടുത്തിട്ടുള്ള ആകെ ചെലവ് 44,715 കോടിയാണ്. സാധാരണ നിലയിൽ JJMൻ്റെ ഒരു ധാരണ 50% കേന്ദ്ര ഗവൺമെൻറ്റും 50% കേരള ഗവൺമെൻറ്റുമാണ്. കേന്ദ്ര ഗവൺമെൻറ്, ഇതെല്ലാവർക്കും ആവശ്യമുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ് ഈ കാലയളവിൽ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആകെ നൽകിയിട്ടുള്ളത് 5,500 കോടി രൂപയാണ്. എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് അതാണ് തുല്യമായ സ്റ്റേറ്റ് ഷെയർ എങ്കിലും ഇതിനകം തന്നെ സാർ 8,000 കോടി രൂപ ആവശ്യത്തിന് വേണ്ടി കേരളം ചെലവഴിച്ചു കഴിഞ്ഞു. സാർ, ഇതും തീരുന്നില്ല. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ കേന്ദ്രം നമ്മളെ കിണറ്റിലിറക്കി കോണിയെടുക്കാൻ നിന്നാലും ഇത് നടത്തി മുന്നോട്ട് പോകണമല്ലോ സാർ. അതിൻ്റെ ഭാഗമായി 9,000 കോടി ഇപ്പം നബാർഡിൽ നിന്ന് നമ്മൾ വായ്പ എടുക്കാൻ തീരുമാനിച്ചു. 5,000 കോടി ആദ്യഘട്ടത്തിൽ നമുക്ക് AS ലഭിച്ചു. 3,750 കോടിയിൽ 2,000 കോടിയും വിതരണം ചെയ്തു. 1,750 കോടി കൂടി വിതരണത്തിന് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങയുടെ മണ്ഡലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ താമസിയാതെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സർ, ഇവിടെ ഈ കാര്യത്തിൽ മന്ത്രി പറഞ്ഞ മറുപടി സർ വസ്തുതാപരമല്ല. ഇവിടെ എല്ലാവർക്കും കുടിവെള്ളം വിതരണം ചെയ്യാം എന്നുള്ള നിലക്കാണ് നമ്മൾ JJ മിഷൻ്റെ കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് പ്രവർത്തനം തുടങ്ങിയത്. സർ, കിലോമീറ്ററുകളോളം പഞ്ചായത്ത് റോഡുകളും മറ്റും കീറി പൈപ്പിട്ടു എന്നല്ലാതെ
വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പൈപ്പിലൂടെ നമുക്ക് ജലവിതരണത്തിന് സാധിക്കുന്നില്ല. ഇത് ഞങ്ങളുടെ മാത്രം പരാതിയല്ല, ഇവിടെ അപ്പുറത്തിരിക്കുന്നവർക്ക് അഭിപ്രായം എല്ലായിടത്തും ജലവിതരണം തുടങ്ങിയെന്ന്. സർ, അങ്ങ് പറഞ്ഞ കണക്ക് ശരിയല്ല. ഈ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനുള്ള തടസ്സം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന വിഹിതം, സംസ്ഥാനത്തിൻ്റെ മാച്ചിങ് ഗ്രാന്റ് നൽകാത്തതാണ്. അത് നൽകി സംസ്ഥാനത്തുടനീളം ജൽജീവൻ മിഷനിലൂടെ കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതി എന്നേക്ക് പൂർത്തിയാകുമെന്ന് സർക്കാരിന് പറയാൻ കഴിയും. അല്ല സാർ, അങ്ങം പറഞ്ഞ കണക്കുകൾ നമുക്ക് പരസ്യമായിട്ട് പരിശോധിക്കാവുന്നതാണല്ലോ. 5500 കോടി രൂപ മാത്രം കേന്ദ്രം തന്ന് 8000 കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതിനകം ചെലവഴിക്കുകയും 9000 കോടി രൂപ കടമെടുക്കുകയും ചെയ്തിട്ടും കേന്ദ്രത്തെ ഇങ്ങനെ രക്ഷിക്കാനുള്ള അങ്ങയുടെ താല്പര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാർ, ഇത് കണക്കല്ലേ സാർ? നമ്മള് കണക്ഷൻ നേരിട്ട് കൊടുത്ത സാർ ഇത് കണക്കല്ലേ? 70 ലക്ഷം വീടുകളാണ് ഇങ്ങനെ കണക്ഷൻ കൊടുക്കണമെന്ന് തീരുമാനിച്ചത്. സാർ, ഈ കണക്ക് കേൾക്കണം. അതിൽ 17.5 ലക്ഷം കണക്ഷൻ മാത്രമേ ജയജയന് മുമ്പ് നേരിട്ടുള്ളൂ. ബാക്കി ജയജയം വന്നതിന് ശേഷം വെള്ളം കൊടുക്കാൻ പറ്റുന്ന 21 ലക്ഷം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. 8 ലക്ഷം കണക്ഷൻ കൂടി കൊടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ വെള്ളം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ പ്ലാന്റ് തയ്യാറായി വരികയാണ്. ബഹുമാനപ്പെട്ട അംഗം ഏത് കണക്കെടുത്ത് പരിശോധിച്ചാലും കേന്ദ്രത്തെക്കാൾ കൂടുതൽ, അദ്ദേഹം ഞങ്ങളെ കുറ്റപ്പെടുത്തുകൊണ്ട് വിരോധമില്ല, പക്ഷേ കേരളത്തിൻ്റെ മാച്ചിങ് ഗ്രാന്റ് വെക്കാത്തതുകൊണ്ടാണെന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. കേരളം ഇപ്പോൾ കടമെടുത്ത പണം കൂടി വെച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുകയാണ്. പ്രശ്നമില്ലാതെ ഞങ്ങൾ പറയുന്നില്ല, പരിഹരിക്കുകയാണ്. സാർ, ഇവിടെ ചോദിച്ചൊരു ചോദ്യം കൂടിയുണ്ട്. 2024 മാർച്ചിൽ ഇത് തീരുമാനിക്കാൻ കേന്ദ്രം പറഞ്ഞ പദ്ധതിയാണ്. 2025 മാർച്ചിലേക്ക് അവർ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ 2028 മാർച്ചാണെന്ന് കേന്ദ്രം പറഞ്ഞതല്ലാതെ ഒരു ജിയോയും ഇറക്കിയിട്ടില്ല, ആവശ്യമായ കാശും തരുന്നില്ല. ഇതൊരു പ്രതിസന്ധിയാണ്. പരിഹരിക്കാൻ കേരളത്തിൻ്റെ രൂപത്തിൽ തന്നെ നടപടികളുമായി മുന്നോട്ട്. ശ്രീ മഞ്ഞളാംകുവേലി. സർ, കുടിവെള്ളത്തിനായി സ്വന്തം വീട്ടിൽ ഒരു ചെറിയ കിണർ കുഴിക്കണമെങ്കിൽ പോലും സർക്കാരിൽ നിന്നും 3-4 ഓഫീസുകളിൽ നിന്ന് അനുമതി ലഭിക്കേണ്ട ഒരു ഗതികേടാണ് സർ ഇന്നുള്ളത്. ഇത് സർ ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന ജീവിതാവകാശത്തെ ലംഘിക്കുന്നതാണ്. കുടിവെള്ളം ഒരു അവകാശമാണെന്ന് സുപ്രീം കോടതി അടക്കം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അതിൻ്റെ വിനിയോഗം നിയന്ത്രിക്കുന്ന നയം നിയമപരമായി നിലനിൽക്കുമോ? എന്താണ് സർക്കാരിൻ്റെ അഭിപ്രായം? സാർ, ഓപ്പൺ വെല്ലിന് സാധാരണ നിലയിൽ ഒരു പെർമിറ്റും മേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അല്ലാതെ ഓപ്പൺ വെല്ലിന് ആരെങ്കിലും പെർമിറ്റിന് വേണ്ടി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് എഴുതി തന്നാൽ അടിയന്തരമായ നടപടി കൈക്കൊള്ളുന്നതാണ്. സാർ, കുഴൽ കിണറുകൾ വീട്ടിലെ ഗാർഹിക ആവശ്യത്തിന് വെക്കുന്നതിന് വേണ്ടി ഇത്ര വലിയ സംവിധാനം ഒന്നും വേണ്ട. ഭൂജല വകുപ്പിൻ്റെ ഒരു ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം പഞ്ചായത്ത് സെക്രട്ടറിയോട് അനുവാദം ചോദിച്ചാൽ പഞ്ചായത്ത് സെക്രട്ടറി തരാവുന്നേ ഉള്ളൂ. അല്ലാതെ ഏതെങ്കിലും വ്യക്തിപരമായ അനുഭവം അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലോ ഉണ്ടെങ്കിൽ അത് എഴുതി നൽകിയാൽ ആവശ്യമായ നടപടി സ്വീകരിക്കുക. സർക്കാരിൻ്റെ അഭിപ്രായം സാർവത്രികമായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും നമ്മുടെ ഭരണഘടനയുള്ള രാജ്യത്ത് വെള്ളം കിട്ടണമെന്ന് തന്നെയാണ്. ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ പരിഹരിക്കും. ശ്രീ പി അബ്ദുൽ ഹമീദ്. സർ, ഈ വീട്ടാവശ്യത്തിനായി ഉപയോഗിക്കുന്ന എല്ലാ ജലസ്രോതസ്സുകളിൽ, അതുപോലെ തന്നെ ജലസംഭരണികളിൽ അപകടകാരികളായ രോഗാണുക്കളുടെ സാന്നിധ്യം ഇല്ലെന്ന് ഉറപ്പാക്കുന്നതിനായി ജലഗുണനിലവാര പരിശോധനാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കുന്നു? സാർ, വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ ചുരുക്കിയേ പറയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ കുടിവെള്ളത്തിൻ്റെ ഗുണപരിശോധനയ്ക്ക് വേണ്ടി NABLൻ്റെ അക്രഡിറ്റേഷനുള്ള 86 ലാബുകൾ ഇപ്പോൾ സംസ്ഥാനത്തുണ്ട്. ഇതിനു പുറമെ കുടുംബശ്രീ വനിതകൾക്ക് ഫീൽഡ് ടെസ്റ്റ് കിറ്റ് കൊടുത്തുകൊണ്ട് 5000 കുടുംബശ്രീകൾ ഇപ്പോൾ ഗുണനിലവാര പരിശോധനയ്ക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് ജലവിനിയോഗം സംബന്ധിച്ച് അവബോധം നൽകാൻ വേണ്ടി 900 ജലശ്രീ ക്ലബ്ബുകൾ ആരംഭിച്ചിട്ടുണ്ട്. സാർ, 28 സ്കൂളുകളിൽ ഗുണനിലവാരത്തിൻ്റെ പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾക്ക് പുറമെ നമ്മുടെ ഹരിത കേരളം മിഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി. അങ്ങേക്കറിയാവുന്നതുപോലെ നമ്മുടെ എല്ലാം മണ്ഡലത്തിലുൾപ്പെടെ MLAമാരുടെ താൽക്കാലിക ഫണ്ടിൽ നിന്ന്, പ്രാദേശിക ഫണ്ടിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് വളരെ വിപുലമായി തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഗുണനിലവാര പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമിക ഗുണനിലവാര പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ലാബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 335 ലാബുകളിലായി സ്കൂളിൽ 43,936 ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. സർക്കാർ ഗൗരവമായ ആ കാര്യങ്ങൾ കാണുന്നുണ്ട്. ചോദ്യകർത്താവ് ചോദ്യം ചോദിച്ചാൽ ഉത്തരം കേൾക്കാനുള്ള മനസ്സുണ്ടാവണം കേട്ടോ. അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറയല്ല. യെസ്, ശ്രീ അക്ബർ NK. ജില്ലാ മേജർ റോഡുകൾ, PWD റോഡുകൾ എന്നിവിടങ്ങളിൽ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച റോഡുകളുടെ റിസ്റ്റോറേഷൻ ഫണ്ട് അടക്കാത്തതിനാൽ റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഗുരുവായൂർ മണ്ഡലത്തിലെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് ഉൾപ്പെടെയുള്ളവയുടെ
റോഡുകളുടെ റിസ്റ്റോറേഷൻ ഫണ്ട് അനുവദിച്ച് കിട്ടുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കും. അടിയന്തര നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ 2000 കോടി രൂപ കുടിശ്ശിക കൊടുത്തു. ബാക്കി 1750 കോടി കൂടി ഈ മാസം തന്നെ കൊടുക്കും. പ്രാഥമികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഈ വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് പണം തരാത്തതിൻ്റെ ഭാഗമാണ്. ശ്രീ അനൂപ് ജേക്കബ്. ഈ MVP കനാലിലെ അറ്റകുറ്റപ്പണി നടത്താൻ 94 ലക്ഷം രൂപ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. വേനൽ കടുത്തിട്ട് പോലും ആ തുക അനുവദിക്കാത്തത് കാരണം അതിൽ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താൻ കഴിഞ്ഞില്ല. അത് കാരണം ജലസേചന സൗകര്യം ലഭ്യമാക്കാനും കഴിഞ്ഞില്ല. പഞ്ചായത്തുകൾ ശ്രമദാനം വഴിയാണ് ഇപ്പോൾ വെള്ളം വെട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും എല്ലാ ബ്രാഞ്ചുകളിലും വെള്ളം എത്തുന്നില്ല. ഈ 94 ലക്ഷം രൂപ യഥാർത്ഥത്തിൽ സർക്കാർ അത് കൃത്യമായി ആ ഒരു സമയബന്ധിതമായി നൽകേണ്ട ഒരു റുട്ടീനായി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. വലിയ കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ ഈ ഫയലിൻ്റെ പുറകെ നടന്നിപ്പോൾ ഏകദേശം ഇപ്പോൾ അത് ക്ലിയറായി വന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സന്ദർഭത്തിൽ ഈ വെള്ളം എത്താത്തത് കാരണം വ്യാപകമായ നിലയിൽ കൃഷിനാശം ഉണ്ടായിരിക്കുകയാണ്. ഞാൻ ശക്തമായ പ്രതിഷേധ അക്കാലത്ത് രേഖപ്പെടുത്തുകയാണ്. സാർ, ഇനിയെങ്കിലും ഇങ്ങനെ കാലതാമസം ഉണ്ടാവാതെ കൃത്യമായി അതിൻ്റെ ടൈം ബൗണ്ടായിട്ട് ഇതിൻ്റെ എമൗണ്ട് ലഭ്യമാക്കാൻ, ഇതിൻ്റെ നടപടികൾ പൂർത്തിയാക്കാൻ, ജലസേചന സൗകര്യം കൃത്യമായി ഒരുക്കുവാനുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിൻ്റെ ഒരു പൊതു നിർദ്ദേശമാണ്. ഗൗരവപ്പെട്ട വിഷയമാണ് സൂചിപ്പിച്ചത്. MVP കനാലിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മേൽ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ തടസ്സമില്ലാതെ നോക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശമാണ്. ചോദ്യം നമ്പർ 64 ശ്രീ KD പ്രസേനൻ, ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി. സാർ, ചോദ്യം 64A വന്യജീവി ആക്രമണം പ്രതിരോധത്തിനായി ഏതൊക്കെ മിഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് ചോദ്യം. സാർ, മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി 12 മിഷനുകൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. മിഷൻ ഫുഡ് ഫോൾഡർ ആൻഡ് വാട്ടർ 1, മിഷൻ സോളാർ ഫെൻസിംഗ് 2, മിഷൻ വൈൽഡ് പിഗ് 3, മിഷൻ സർപ്പ 4, മിഷൻ പ്രൈമറി റെസ്പോൺസ് ടീം PRT 6, മിഷൻ റിയൽ ടൈം മോണിറ്ററിംഗ് 7, മിഷൻ ട്രൈബൽ നോളജ് ഗോത്രവേലി 8, മിഷൻ സെൻസിറ്റൈസേഷൻ ടു പബ്ലിക് 9, മിഷൻ സയൻസ് ഓൺ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് 10, മിഷൻ ഗുണോമക്കാക്ക് മിഷൻ മഞ്ഞ 1, മിഷൻ 12 കൃഷി പുനരുജ്ജീവനവും വന്യജീവി സംഘം രൂപീകരിക്കുകയും എന്നിവയാണ് 12 മിഷനുകൾ. ഈ മിഷനുകളുടെ പ്രവർത്തനം വിവിധ വകുപ്പ് തലത്തിലും സർക്കാർ തലത്തിലും വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകി നിരന്തരം വിലയിരുത്തി വരുന്നുണ്ട്. മേൽ സൂചിപ്പിച്ച മിഷനുകളുടെ പ്രവർത്തനപരമായി മനുഷ്യ വന്യജീവി സംഘർഷത്തിന് കാരണമുണ്ടാകുന്ന മരണനിരക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനകീയ വേദി പ്രഖ്യാപിച്ച മനുഷ്യ വന്യജീവി സംസ്കരണ ലഘൂകരണ തീവ്രയത്ന പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തുകളിൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കുകളിലെ പരാതികൾ സ്വീകരിച്ച് അടിയന്തര പ്രാധാന്യത്തോടെ തീർപ്പ് കൽപ്പിച്ചത് കാരണം നിലവിൽ പരാതികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന സുവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചതിലൂടെ വനം വകുപ്പും മറ്റ് വകുപ്പുകളുമായുള്ള ഏകോപനവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനും വനം വകുപ്പിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആയതിലൂടെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. അങ്ങയുടെ നിർദ്ദേശപ്രകാരം ടേബിൾ ചെയ്തു. ശ്രീ KD പ്രസേനൻ. സാർ, ശ്രീ ആൻസലൻ. വന്യജീവി ആക്രമണം നേരിടുന്ന കർഷകരുടെ ജീവനും ജീവിതോപാധികളുമെല്ലാം സംരക്ഷിക്കണം. അതിന് കാലാനുസൃതമായ കേന്ദ്ര വനനിയമത്തിൽ മാറ്റം വേണം. താൽക്കാലികമായ പ്രതിരോധ പ്രവർത്തനത്തിന് 1000 കോടിയെങ്കിലും അനുവദിക്കണം എന്ന നിവേദനം നിരന്തരമായി കേരളം കേന്ദ്രത്തിൽ കൊടുത്തിട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ ആകെ ജീവികളുമായി ബന്ധപ്പെട്ട് കേരളത്തിനാകെ കിട്ടിയത് ആമമുട്ടയാണ് എന്നെല്ലാവരും ചോദ്യം. അതേസമയം പാകിസ്ഥാനുമായുള്ള സംഘർഷാവസ്ഥ നേരിടാൻ 8 ലക്ഷം കോടി അനുവദിച്ച കേന്ദ്ര ബജറ്റാണ് കണ്ടത്. സാർ, പാകിസ്ഥാൻകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ മനുഷ്യരെ അവശേഷിക്കണ്ടേ? ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ വന്യജീവി ആക്രമണത്തിൽ കർഷകരുടെ ജീവിതോപാധികളുമെല്ലാം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഈ സാഹചര്യത്തിൽ കേരളം തനതായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ തയ്യാറാക്കുന്നുണ്ടോ മിനിസ്റ്റർ. സർ, കേന്ദ്ര ബഡ്ജറ്റ് വനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട മേഖലയിൽ മാത്രമല്ല കേരളീയ ജനജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ തികഞ്ഞ അവഗണന കാണിച്ച പ്രതികാര ബുദ്ധിയോടുകൂടിയ ഒരു ബഡ്ജറ്റാണ്.
ആ ബജറ്റിനെയും കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെയും ഒരു തരത്തിലും താരതമ്യപ്പെടുത്താനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താനോ സാധിക്കുന്നതല്ല. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ ഈ സംഘർഷം കുറക്കുന്നതിന് 29 കോടി രൂപയാണ് അധികമായി അനുവദിച്ചിട്ടുള്ളത് എന്ന വസ്തുത അങ്ങയുടെയും സഭയുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ആ പണം ഉപയോഗിച്ചുകൊണ്ട് അങ്ങ് സൂചിപ്പിച്ചതുപോലെ വിവിധ പദ്ധതികൾക്ക് രൂപകൽപ്പന നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സാർ, മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവികളും ആദ്യമകാലത്ത് വന്യജീവി വിഭാഗത്തിൽപ്പെട്ടതായിരുന്നല്ലോ. പിന്നീട് മനുഷ്യരും ഇന്ന് നമ്മൾ കാണുന്ന വളർത്തുമൃഗ പട്ടികയിൽപ്പെടുന്ന ജീവികളുമെല്ലാം വീട്ടുമൃഗങ്ങളും വീട്ടുമനുഷ്യരുമായി രൂപാന്തരപ്പെട്ടു. അങ്ങനെ പേരുമാറ്റം കൊണ്ടുണ്ടായ പല മൃഗങ്ങളെയും പക്ഷികളെയും മനുഷ്യരുടെ പ്രധാന ഭക്ഷ്യവസ്തുവായി ഇന്ന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇക്കാലത്ത് വനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരുന്ന പുതിയ ഇനം മൃഗങ്ങളെയും പക്ഷികളെയും നാട്ടുപോത്തുകളെ പോലെ നാട്ടുകോഴികളെ പോലെ ഉപയോഗപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് ആവശ്യമായ അംഗീകാരം നൽകാൻ സന്നദ്ധമാകുമോ എന്നതാണ്. സർ, ഇത് വളരെ കാലമായി കേരളത്തിലെ നിയമസഭയിൽ തുടരെ വന്നുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ്. അങ്ങേക്കും സഭയ്ക്കും അറിയുന്നത് പോലെ വനം വന്യജീവി പ്രവർത്തിക്കുന്നത് കേന്ദ്ര വന്യമൃഗ സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർ നിശ്ചയിക്കുന്ന പട്ടികയിലെ ഇനങ്ങളനുസരിച്ച് മാത്രമേ കേരള സർക്കാരിന് പ്രത്യേകമായ എന്തെങ്കിലും അനുവാദം നൽകാൻ കഴിയുള്ളൂ. അപ്പോൾ കാട്ടുപന്നികളെ പോലും വെടിവെച്ചു കൊല്ലാൻ പാടില്ല എന്ന കർക്കശമായ നിയമമാണ് കേന്ദ്ര നിയമത്തിലുള്ളതെങ്കിലും കേരള സർക്കാർ അതിനെ ക്ഷുദ്രജീവികളുടെ പട്ടികയിൽപ്പെടുത്തി അവിടെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും നൽകിയിട്ടുണ്ട്. സർ, അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം 5000-ലേറെ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പഞ്ചായത്തുകൾ ആത്മാർത്ഥമായി വിചാരിച്ചാൽ ഈ കാര്യത്തിൽ കുറേയേറെ പുരോഗതി കൈവരിക്കാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെയുള്ള സഹായധനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഷൂട്ടർമാർക്ക് 1000 രൂപയും സംസ്കാര നടപടികൾക്കായി 2000 രൂപയും നൽകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പല പഞ്ചായത്തുകളും അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. ബഹുമാനപ്പെട്ട MLA-മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പുതിയ ഭരണസമിതിക്ക് അത് സംബന്ധിച്ച് ചില ധാരണകൾ ഉണ്ടായി കാണില്ല. അവരുമായി ചർച്ച നടത്തി അവരുടെ നേതൃത്വത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കി ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാവുന്നതാണ്. സാർ, വന്യജീവി ആക്രമണ പ്രതിരോധ പ്രവർത്തനത്തിനായി രൂപീകരിച്ചിട്ടുള്ള RRTകളുടെ സേവനം കുറേയേറെ ഗുണം ചെയ്തിട്ടുണ്ട് സാർ. പക്ഷേ ഇവർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. സേനയിലെ ആളുകളുടെ അംഗബലം, അതുപോലെ തന്നെ വാഹനങ്ങൾ, ആയുധങ്ങൾ, എത്തിച്ചേരാനുള്ള മറ്റ് സൗകര്യങ്ങൾ, ഉപകരണങ്ങൾ, ഇവയുടെ കാര്യത്തിലൊക്കെ ഇനിയും മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആ കാര്യത്തിൽ എന്തെങ്കിലും സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. സാർ, ഇത് ആക്രമണം നടക്കുന്ന മേഖലകളിൽ ഉള്ള തദ്ദേശവാസികളുടെ വളണ്ടിയർ സംവിധാനത്തെ കൂടി പരിശീലനം നൽകി കാര്യത്തിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം പരിശോധിച്ചിട്ടുണ്ട്. സർ, ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ വനം വകുപ്പിലെ ജീവനക്കാർ, വാച്ചർമാർ തൊട്ട് റേഞ്ച് ഓഫീസർമാർ വരെയുള്ളവർ അവരുടെ പ്രവർത്തനത്തിൽ ഗുണപരമായ കുറേയേറെ മാറ്റങ്ങൾ ഇതിനകം വരുത്തിയിട്ടുണ്ട്. ജനസൗഹൃദ വകുപ്പായി വനം വകുപ്പിനെ മാറ്റുന്നതിനുള്ള ശ്രമങ്ങളിൽ അവർ നല്ല പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവർക്കാവശ്യമായ തോതിലുള്ള ആധുനിക ഉപകരണങ്ങൾ നൽകുന്നതിൽ വേണ്ടത്ര പുരോഗതി നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കിഫ്ബിയിൽ നിന്നും 100 കോടി രൂപ അനുവദിച്ച് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ ഇതിനകം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സർ, ഇതിൻ്റെ ഭാഗമായി തന്നെ പുതുതായി 6 ഫോറസ്റ്റ് സ്റ്റേഷനുകൾ നമ്മുടെ സംസ്ഥാനത്ത് തുറക്കുന്നതിനാവശ്യമായ ഉത്തരവും ഇതിനകം പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കല്ലാറിലും ഇടുക്കിയിലെ ആനക്കുളത്തും കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പൊയിലും മലമ്പുഴയിലെ പാലക്കാടും കണ്ണൂരിലെ കൊട്ടിയൂരും കാസർഗോഡ് ബന്തെടുക്കയിലുമാണ് ഈ സ്റ്റേഷനുകൾ ആരംഭിക്കുന്നത്. ഇതോടുകൂടി കുറേ കൂടി വ്യാപകമായ തോതിൽ ഈ സേനയുടെ പ്രവർത്തനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഈ കാര്യത്തിൽ PRTകൾ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ തീവ്രയത്ന പരിപാടിയുടെ ഭാഗമായി സർക്കാർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, ഈ വന്യമൃഗ സംഘർഷം പോലെ തന്നെ വളരെ അപകടകരമായ ഒരു നിലയാണ് വനമേഖലയിലൂടെ കടന്നു പോകുന്ന പൊതുവഴികൾ. PW റോഡും പഞ്ചായത്ത് റോഡുകളും എല്ലാം ഉണ്ട്.
അത്തരം പാതയോരങ്ങളിൽ അപകടകരമായി നിൽക്കുന്ന വൃക്ഷങ്ങൾ. സർ, കഴിഞ്ഞ ആഴ്ച എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഇടിഞ്ഞാർ കുളച്ചലിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കെ ഒരു മരം ഒടിഞ്ഞു വീണ് ഷൈജു എന്ന ഹർഷകുമാർ ദാരുണമായി കൊല്ലപ്പെട്ടു. സർ, ഇത്തരത്തിലുള്ള പാഴ്വൃക്ഷങ്ങളെ, അപകടകരമായ വൃക്ഷങ്ങളെ മുറിച്ചു മാറ്റുന്നതിന് ആവശ്യമായ നിർദ്ദേശം കൊടുത്ത് നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ? ഇങ്ങനെ മരണപ്പെടുന്ന ആളുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ ഉള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? മിനിസ്റ്റർ. സർ, വനത്തിനുള്ളിലൂടെ പോകുന്ന റോഡുകളുടെ ഇരുവശത്തും മരങ്ങളാണുള്ളത്. ആ മരങ്ങളുടെ ശാഖകൾ പൊട്ടി വീണ് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന കാര്യം മെമ്പർ സൂചിപ്പിച്ചത് ശരിയാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രത്യേകമായി ധനസഹായം നൽകുന്നതിനുള്ള സ്കീമൊന്നും ഇപ്പോൾ സർക്കാരിൻ്റെ മുമ്പിലില്ല. പക്ഷേ അതും പരിഗണിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമായി സംസാരിച്ച് പരിഹാരം കാണാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ PRTകൾക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടാൽ അത്തരം അപകട സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള സൗകര്യം ഇപ്പോൾ നിലവിലുണ്ട്. ആ സൗകര്യങ്ങളും ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ ഉപയോഗപ്പെടുത്തിയാൽ ഒരു പരിധിവരെ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ശ്രീ രാജഗോപാലൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ലിൻഡോ ജോസഫ്. പെട്ടെന്ന് ലിൻഡോ. സമയം. ചോദ്യം. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 37.5 കിലോമീറ്റർ ദൂരം ഫെൻസിംഗ് നടപ്പിലാക്കാൻ നബാർഡ്, RKVY പദ്ധതി, അതോടൊപ്പം MLA ഫണ്ട് എന്നിവ ഉപയോഗപ്പെടുത്തിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു 25 കിലോമീറ്റർ കൂടി ഫെൻസിങ്ങിന് ആവശ്യമായ പണം അനുവദിച്ചാൽ തിരുവമ്പാടി മണ്ഡലത്തെ പൂർണ്ണമായിട്ടും ഈ മനുഷ്യ വന്യജീവി സംഘർഷം നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കഴിയുമെന്നതിന് ആവശ്യമായ പണം അനുവദിക്കുമോ എന്ന്. തിരുവമ്പാടിയിൽ പണം അനുവദിക്കുമോ? സർ, തിരുവമ്പാടിയിലെ മെമ്പർ നിരന്തരമായി ഞങ്ങളുമായി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു മെമ്പറാണ്. അവിടെ ഞാൻ പലവട്ടം പോവുകയും പ്രശ്നങ്ങൾ നേരിട്ട് കാണുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ സോളാർ ഫെൻസിങ്, ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുന്നതിനുള്ള അനുമതികൾ നൽകിയിട്ടുണ്ട്. അതിനുള്ള പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വളരെ വൈകാതെ തന്നെ പുറപ്പെടുവിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. തിരുവമ്പാടി മണ്ഡലത്തിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഒന്ന് പരിശോധിച്ച് ഒരു ഹോട്ട്സ്പോട്ടായി കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ശ്രീ AP അനിൽകുമാർ. പെട്ടെന്ന് സമയമായി. സർ, വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ് വന്യജീവി ആക്രമണത്തെക്കുറിച്ച്. സർ, അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെങ്കിലും വനംവകുപ്പ് ചെയ്താൽ കുറേയേറെ ആശ്വാസം കിട്ടും. സർ, ഞാൻ അങ്ങേ 2 ദിവസം മുമ്പ് വിളിച്ചു. സർ, എൻ്റെ നിയോജകമണ്ഡലത്തിൽ തൊട്ടടുത്താണ് ഒരു കരടിയെ പിടിച്ചു. സർ, കരടിയെ പിടിച്ച് കൂട്ടിലാക്കി. ആ കരടിയെ എവിടേക്ക് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ കഴിഞ്ഞ തവണ ഒരു കരടിയെ കിട്ടി, ഞങ്ങളത് തിരിച്ചു കാട്ടിലേക്ക് അയച്ചു. ആ കരടി തന്നെയാണോ ഈ കരടി എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം ഈ കരടിയെ വീണ്ടും ആ കാട്ടിലേക്ക് തന്നെ അയക്കുന്ന പറയും. സാർ, നമ്മുടെ കാട് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, വളരെ അടുത്തടുത്തുള്ളതാണ്. അപ്പോൾ കരടിയെ പിടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് സൂവിലേക്ക് മാറ്റാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കാട്ടുമൃഗത്തിന്റെ ആക്രമണത്തിൽ നിന്നെങ്കിലും ജനങ്ങൾ രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് സാർ, ഇങ്ങനെ പിടിക്കുന്ന വന്യമൃഗങ്ങൾ ഏതായാലും, കടുവയായാലും കരടിയായാലും പുലിയായാലും, അവരെ സൂവിലേക്ക് അയക്കാനുള്ള സംവിധാനം ചെയ്യുമ്പോൾ അവരെ തിരിച്ച് കാട്ടിലേക്ക് അയക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും. മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട മെമ്പർ എന്നോട് സൂചിപ്പിച്ച കാര്യം തന്നെയാണിത്. ഇതുവരെയുള്ള കീഴ്വഴക്കം സ്വീകരിച്ചു പോകുന്ന നടപടികൾ ഇത്തരത്തിലുള്ള വന്യജീവികളെ പിടികൂടിയാൽ ഉൾക്കാട്ടിലേക്ക് വീണ്ടും അയക്കുക എന്നുള്ളതാണ്. എങ്ങനെ സംശയം വെച്ചാലും ഉൾക്കാട്ടിലേക്ക് അയക്കുന്ന മൃഗങ്ങൾക്ക് സ്വാഭാവികമായും തിരിച്ചു വരാൻ സാധിക്കുമെന്നത് ഒരു പച്ച മലയാളത്തിൽ നമുക്ക് ബോധ്യമാകുന്ന ഒന്നാണല്ലോ. അതുകൊണ്ട് അങ്ങ് നിർദ്ദേശിച്ചതുപോലെ ഇങ്ങനെ പിടിക്കുന്ന വന്യമൃഗങ്ങളെ തൃശ്ശൂരിൽ പുതുതായി ആരംഭിച്ച സുവോളജിക്കൽ പാർക്കിൽ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഇന്നലെയും കൊണ്ടുവന്നിട്ടുണ്ട്, ഇനിയും അത് കൊണ്ടുവരും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ പിടികൂടിയ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനും ചികിത്സിക്കാനുമുള്ള ഒരു പ്രത്യേക സംവിധാനവും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ് അത്തരമൊരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ചോദ്യം നമ്പർ 65 ശ്രീ V. ജോയ്, ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക യോജനകാര്യ ഉപമന്ത്രി. സർ, ആകെ 145 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് 51 ആധുനിക മാർഗം ലഭിച്ചത്. സർ, അതിൽ 7 എണ്ണം സാങ്കേതിക കാരണങ്ങൾ നടപ്പാക്കി, 44 എണ്ണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് ടേബിൾ ചെയ്യും. ശ്രീ V. ജോയ്.
സർ, കിഫ്ബി വഴി ആധുനിക മാർക്കറ്റുകൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധയാകർഷിച്ചതും പ്രത്യേകതകൾ നിറഞ്ഞതുമാണ്. ചോദ്യം, മത്സ്യത്തൊഴിലാളികൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അതിനെ സംബന്ധിച്ചൊന്ന് വിശദീകരിക്കാമോ? സർ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ 40 വർഷമായി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ആഗ്രഹിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേമ പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കിയത്. ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി 2026 ജനുവരി 25 തിരുവനന്തപുരത്ത് അത് ഉദ്ഘാടനം ചെയ്തു. സാർ, 67,440 പേർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. 15.85 കോടി രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. 40 വർഷം മുമ്പ് അടച്ച 20 രൂപ മുതൽ 2000 രൂപയുള്ള എല്ലാ തൊഴിലാളിക്കും 2500 രൂപ വീതം കൊടുക്കുന്ന ഏറ്റവും വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പദ്ധതിയാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ മത്സ്യബന്ധന യാനങ്ങളുടെ കാലാവധി നീട്ടി നൽകുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ നീട്ടി നൽകുന്നതിന് നടപടി സ്വീകരിക്കുമോ? ഇതിനായി സാങ്കേതിക യോഗ്യതയുള്ളവരെ നിയമിക്കുകയോ മറ്റു കാര്യങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 1756 യന്ത്രവൽകൃത യാനങ്ങളും 8197 പരമ്പരാഗത യാനങ്ങൾ ഉൾപ്പെടെ 9953 യാനങ്ങളാണുള്ളത്. സർ, 12 വർഷം കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഫിറ്റ്നസ് പുനഃപരിശോധിക്കാൻ കഴിയാത്തൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ മാറ്റിയപ്പോൾ ആ ഫിറ്റ്നസ് പുനഃപരിശോധിച്ച് 23 സർവേയർമാർ ഇപ്പോൾ എംപാനൽ ചെയ്തിട്ടുണ്ട്. ഈ സർവേയർമാർ 2 മാസം കൊണ്ട് മുഴുവൻ യാനങ്ങളും പരിശോധിച്ച് ആ യാനങ്ങൾ കുഴപ്പമില്ലാത്തതാണെങ്കിൽ അതിന് വീണ്ടും അംഗീകാരം നൽകുന്ന തീരുമാനം, അതും സുപ്രധാനമായ തീരുമാനം ഗവൺമെൻറ് എടുത്തിട്ടുണ്ടെന്ന് അറിയിക്കാനാണ്.